ചിന്തിക്കണം. എന്റെ കൈവശം കണ്ടോ ഒരു കൂടെ എന്റെ കൈവശമുണ്ട്. മോനെ കൂടെ എന്തെങ്കിലും ഇല്ലല്ലോ. കൂടെ നോക്കണം. കാലി ഇതേ കൂടെ ഇതിന്റെ മുകളിൽ അടച്ചതിന് ശേഷം ഞാൻ ഒരു മകടിയിൽ ഒരു പാട്ട് ഊതി കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ മാറ്റിയാൽ മതി. നിങ്ങളെ കാഴ്ചയ്ക്ക് ഈ മാങ്ങാണ്ടി ചെറിയ ഒരു മാവിന്റെ തൈയായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ടി വിയിൽ കണ്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മളെ ലൈവായിട്ട് കാണുന്ന പ്രോഗ്രാമാണ്. ഒന്ന് രണ്ട് മൂന്ന് കൂടെ ഞാൻ അടയ്ക്കാൻ പോവാണ് കേട്ടോ. ഈ കൂടെ അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ അറിയോ, ഈ മാങ്ങാണ്ടി പരിശോധിച്ച ആള് ഞാൻ അറിയുന്ന ആളല്ല, അടുത്തായതുകൊണ്ട് കൊടുത്തതാണ്. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വലിയ ആളുകൾ ആരായാലും ശരി, നിങ്ങളുടെ കൈ കാണിച്ചാൽ മതി. ഈ മാങ്ങാണ്ടി നിങ്ങളുടെ കയ്യിൽ തരാൻ ഞാൻ തയ്യാറാണ്. ഒരു സംശയം നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ട് എനിക്ക് ദേഷ്യമില്ല. മാങ്ങാണ്ടി ആ പുളിയിൽ വെച്ചിട്ടുണ്ട്. കൂടെ നോക്കണം. കാലി മുകളിൽ ഞാൻ അടച്ച് ഇതേ തുണി ഞാൻ കൂടെ മുകളിൽ അടയ്ക്കാൻ പോവാണ്. മകടിയിൽ ഒരു പാട്ട് ഞാൻ ഊതിയ ശേഷം ഈ തുണി ഞാൻ മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കിയാൽ ചെറിയ ഒരു തുണിയിലൊന്നുമില്ല. കൂടെ തുണിയിൽ എന്തോ ഉണ്ട്, അത് തോന്നിയതാണ്. തുണിയിലൊന്നുമില്ലാതെ കാലിയാണ്. ഓക്കെ, മകടി ഊത കൂടെ മെല്ലെ പൊക്കാം. ചെറിയ ഒരു മാവിന്റെ കൈ. ഇതിന് ഒന്നുമില്ല, കാലിയാണ്. ശരിയായ ആൾക്കാർ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സംശയം വരാൻ കാരണം. ഷോ ശ്രദ്ധിച്ചു നോക്കാം. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. കാലിയാണ് കാക്ക, ഒന്നുമില്ല. ഓക്കെ, കാലിയാണ്. ഓക്കെ അല്ലേ? എന്റെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഒന്നും കാണാതെ പട്ടര കുളത്തിൽ ചാടില്ല എന്ന് പറയും. ഒന്നും കാണാതെ ഇവരെ ബാക്കിൽ ഞാൻ എടുത്തില്ല. നോട്ടം തന്നെ ശരിയില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മാവ് നമ്മളിങ്ങനെ പിടിച്ചാൽ നിൽക്കില്ല. പിന്നെ ഈ മാങ്ങാണ്ടി ഞാൻ ശരിക്കും ഒരു മാവിന്റെ തൈ ഉണ്ടാകുന്ന വിദ്യ പഠിച്ചാൽ ഈ നാട്ടിൽ ഒരു മാങ്ങാണ്ടി ഞാൻ വിടില്ല. ഇത് മന്ത്രമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഒരാഴ്ച മുമ്പ് ഫുള്ള് ഓഡിയൻസാ, ഒരു ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ കൂടെ അടച്ചതിന് ശേഷം അയാളോട് ഞാൻ ചോദിച്ചു, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? മൂപ്പര് ഒന്നുമില്ലാതെ പറഞ്ഞു. ഇത് വെറുതെ ഞാനിങ്ങനെ അടിച്ചതാ. ഈ ഒച്ച കേട്ടിട്ട് മൂപ്പര് പറഞ്ഞ മാവ് ടൈൽസിന്റെ ഉള്ളിലുണ്ടെന്ന്. എനിക്കിത് കുളിക്കാൻ പറ്റുമോ? സംശയം എന്തുകൊണ്ടാ എന്നോട് ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് അറിയോ? സ്റ്റേജിൽ ചോദിക്കാൻ പറ്റില്ല, കർട്ടൻ താത്തി അടിച്ചു വരും. സ്ട്രീറ്റ് മേജിക്കാ. ഞാൻ ആളുകളായിട്ട് ഇത്ര അടിക്കുന്നത് കൊണ്ടാണ് എന്നോട് സംശയം ചോദിക്കാൻ കാരണം. എല്ലാവരുടെ കണ്ണിനെ കെട്ടണം, ആരുടെ കണ്ണിനും കാണാൻ പാടില്ല. കൊണ്ടുവരണം വേറെ മാങ്ങാണ്ടി. അല്ലയോ, അല്ലെങ്കിൽ ഞാൻ ആയിട്ടില്ല. ഓക്കേക്ക് വെക്കില്ല, ബാക്കിലാളാ. ഇതേ കൂടെ വെക്കാം. ഈ താളുകളെ കാണുമ്പോ കൂടുള്ള ഉള്ളിൽ ഞാൻ വെച്ചൊരു ചെറിയ ഒരു മാങ്ങാണ്ടി മണ്ണിൽ കിടക്കട്ടെ. പക്ഷെ ഞാൻ കാണിക്കാൻ വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു മാവിന്റെ തൈയാണ്. അലിക്കാക്ക കാണിക്ക എന്ന് പറയാനല്ലാതെ കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. എന്റെ പ്രോഗ്രാം കണ്ടവർ വിശ്വസിക്കും, അല്ലാത്തവർ വിശ്വസിക്കാനാ ബുദ്ധിമുട്ട്. സംഗതി ലെവലായി നോക്കി. ഞാൻ എന്റെ കയ്യിൽ മാങ്ങാണ്ടി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മടിയിലൊന്നും വെച്ചില്ല. എന്റെ പ്രോഗ്രാമിൽ ഞാൻ ഷർട്ട് വരെ ഇടില്ല. എന്താ കാരണം അറിയും? എന്നോട് മുതുകാട് സാർ പ്രത്യേകം പറഞ്ഞു, അലിക്കാക്കാതെ നിങ്ങളെ പാരമ്പര്യം വെറുക്കാം. സംഗതി ഓക്കെ, പക്ഷെ ഇത് അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാം. ഇത് നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശത്താലും സത്വം കേന്ദ്രം പാടില്ല. ഇവര് ലുഞ്ചിയും ബനിനും മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനും വേഷം. അദ്ദേഹം ലുങ്കി തന്നത് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ടാവും. മകടി ഞാൻ ഊതാ, തുണി മാറ്റാം, കൂടെ മെല്ലെ പോക്കാം. എല്ലാവരും അവിടെ ശ്രദ്ധിക്കണം.
അലിക്കാക്ക ബട്ടൺ സമർത്തിയപ്പോ ചട്ടിയിൽ സാധനം പൊന്തിയതാണ്. ചിലവർ പ്ലാസ്റ്റിക് എന്ന് പറയും. മാജിക്കിൽ എന്ത് കാണിച്ചാലും സംശയം മനുഷ്യന്റെ പുറത്താണ്. ഓക്കെ, നിങ്ങൾ ഇന്ത്യ ഗേറ്റിന്റെ പുറത്തു പോകുമ്പോൾ എന്റെ പ്രോഗ്രാമിൽ ഒരു കരട് സംശയം പാടില്ല. എന്തുകൊണ്ടറിയോ? ഇത് എന്റെ പ്രോഗ്രാം അല്ല, എന്റെ വാപ്പച്ചിന്റെ പ്രോഗ്രാം. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിൽ പ്ലാസ്റ്റിക് ഒറിജിനൽ സംശയമല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാളെ കണ്ണാണാത്ത ആൾക്കാരൊക്കെ കൊടുക്കുള്ളൂ. ഇല വലിച്ചു ഓടിക്കരുത്, തൊട്ട് നോക്കാം, ഉള്ളിൽ നോക്കാം, കുഴപ്പമില്ല. തൊട്ടാലറിയും സാധനം അല്ലെ? പ്ലാസ്റ്റിക് അല്ലല്ലോ. ഇനി ഇതെങ്ങനെ വലുതാകുന്നു നോക്കണം. നിങ്ങൾ ചോദിക്കും നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ടേ എന്ന്. വാസ്തവം നിങ്ങളെന്നാ പരിവഴിക്ക് നിർത്തി പരിശോധിച്ച് മുളപ്പിക്കുമ്പോഴത്തേക്കും 5 മണി ഉറപ്പാവും. ഈ പരിശോധിച്ചതൊന്നും ഞാൻ അറിയുന്ന ആളുകളല്ല. ഇതേ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതേ പൂച്ചട്ടിന്റെ ഉള്ളിൽ വെക്കാൻ പോവാ. ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രിക്ക് പറയുന്ന ഒരു സംഭവം. ഇത് ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രിക്ക് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് റോഡ് സൈഡ് പരിപാടിയാണ്. ഇതിപ്പോ റോഡ് സൈഡ് ഇല്ല, ഇതിപ്പോ നിലയും വിലയൊക്കെ. ഇത് കാണണമെങ്കിൽ മാജിക് പ്ലാനറ്റിൽ വരണം, അല്ലെങ്കിൽ എന്റെ ഷോടൊക്കെ ടി വിയിൽ കാണാം, അല്ലെങ്കിൽ വിളിക്കണം. എന്റെ ഫാമിലി അല്ലാതെ മറ്റുള്ളവരെ കാണിച്ചില്ല, അത് ഉറപ്പാണ്. ഇതേ കൈന കാണാൻ ഞാൻ വീണ്ടും കാണണം പൂച്ചട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കൂടെ ഞാൻ വീണ്ടും അടച്ച് എന്റെ കയ്യിൽ മണ്ണും ചളിയും അടയ്ക്കാൻ പോവാണ്. എന്റെ കയ്യിൽ മാവിന്റെ തൈയില്ല, എന്റെ മടിയിൽ മാവിന്റെ തൈയൊന്നുമില്ല. അപ്പൊ ചിലവർക്കൊരു സംശയം കാണും, അലിക്കാക്ക മാവ് കാലിന് ക്രോസ് ആയിട്ട് കെട്ടിട്ടുണ്ടാവുന്നു. എന്റെ കാലിന് മാവില്ല, ഇനി പൊക്കാൻ പറയരുത്, ഞാൻ ഞാൻ ഇനി 2 കൈ മാത്രമേ കൂടെ ഉള്ളിൽ കൊണ്ടുപോയി ഇവിടെ നോക്കണം. ഇത് കൊച്ചു പിള്ളേർ കാണുന്ന പ്രോഗ്രാം അല്ല. ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രിക്ക് 1ാം സ്ഥാനം പിടിക്കപ്പെട്ട ഒരു പ്രോഗ്രാം. പക്ഷെ ഇത്ര ആളുകളെ കാണുമ്പോൾ കൂടെ ഞാൻ വെച്ചത് ചെറിയ ഒരു മാങ്ങാണ്ടിയാണ്. അതേ മാങ്ങാണ്ടി നിങ്ങളെ കാഴ്ചക്ക് ഒരു തൈ ഞാൻ കാണിച്ച്, ഞാൻ അതേ തൈനെ കാണണം, വീണ്ടും കാണണം. ഞാൻ കൂടെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ മകടി ഞാൻ നൂതിലുണ്ടോ തുണി മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കിയാൽ വലത് പ്രതീക്ഷിക്കരുത്, വലത് കാണിക്കാൻ സാധിക്കില്ല. കാരണം കൂടെ വളരെ ചെറുതാണ്. ഒരുപാട് വലത് കാണിച്ചാൽ റിസ്ക്കാണ്. എന്റെ അമ്മ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്. കൂടെക്ക് പാകത്തിന് മാത്രം കൊണ്ടുവന്നാൽ മതി. ഒരുപാട് വലുത് കാണിച്ചാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് ചെറിയ ഒരു സഹായം നിങ്ങൾ എല്ലാവരും ചെയ്യണം. എന്നാലും സഹായം പൈസ വേണം ചോദിക്കും, അതല്ല. എന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് എനിക്ക് സംഭാവന തരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം എത്ര അടുക്കുന്നത് കാണിക്കും. എനിക്ക് സംഭാവന തരുന്നതും തരാത്തതും നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോ ഇതിനോടിക്ക് ഞാനിപ്പോ അറിയരുത്. ഈ പരിപാടി ഞാൻ കാണിക്കല് വലിയ കൂടെയില്ല. എന്റെ ഷോ കണ്ടവർക്ക് അറിയാം, വലിയ കൂടെ ഡാമേജ് കിടന്നതാണ്. അതാ ചെറിയ കൂടെ പൊള്ളണില്ലാതെ കൊണ്ടാണ്. ഇത്ര ആളുകളെ കാണുമ്പോൾ വെച്ചതൊരു മാങ്ങാണ്ടിയാണ്. ആ മാങ്ങാണ്ടി ഒരു തൈ കാണിച്ചു. ഞാൻ വീണ്ടും തൈ വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും എടുത്തില്ല, അല്ലെ, ഒന്നും എടുത്തില്ല. സംഗതി ഏകദേശം വലുതായി. ഇവിടെ നോക്കി, എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഒരു ഇല ഇങ്ങനെ അടച്ചാൽ കാണും, അല്ലേ? ഇതൊക്കെ വലിയ വലിയ ആളുകൾ അംഗീകരിച്ച ഒരു പ്രോഗ്രാമാണ്. ഇനിയിപ്പോ മാങ്ങ ഒറിജിനൽ ആണെന്ന് അറിയണം. പ്ലാസ്റ്റിക്കിന് സാധനം വരില്ല. കൈയടിക്കാതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. മാവ് ഒറിജിനാണെങ്കിലേ മാങ്ങ വരുള്ളൂ, അല്ലേ? മാങ്ങ ഒറിജിനാണെങ്കിലേ കറ വരുള്ളൂ.
ടിവിയിൽ പരിപാടി കണ്ടാൽ മാങ്ങ തിന്നാൻ പറ്റില്ല. മാങ്ങ തിന്നണമെങ്കിൽ എന്റെ പ്രോഗ്രാം നേരിട്ട് കാണണം. ഞാൻ തരാ ഫോൺ നമ്പർ വിളിച്ചോളൂ. നിങ്ങൾ ഏത് മാങ്ങ ഇല്ലാത്ത സമയത്തും വിളിക്കാം. ഞാൻ മാവുണ്ടാക്കാൻ മാങ്ങ ഉണ്ടാവും. പക്ഷെ മാങ്ങ എല്ലാവരും ചോദിക്കരുത്. കുട്ടികൾ എന്നിട്ട് വരാൻ കഴിയില്ല. മക്കൾ മാങ്ങാ ചോദിക്കരുത്. പഠിക്കുന്ന മക്കൾ മാജിക്ക് മാങ്ങാ രാത്രി ഉറങ്ങുമ്പോൾ കണ്ണു കാണില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഐറ്റംസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് ഒറിജിനൽ ആണോ എന്ന് ഒന്ന് അറിയട്ടെ. പിന്നെ അടുത്ത ഐറ്റംസിലേക്ക് ഞാൻ ഇറങ്ങാം. നല്ല പ്രോഗ്രാം കാണണമെങ്കിൽ നമ്മൾ സമാധാനപ്പെടണം. അർജന്റ് ചെയ്താൽ നല്ല പ്രോഗ്രാം കാണാൻ പറ്റില്ല. രണ്ട് കഷ്ണം കിട്ടുമ്പോൾ അടുത്തുള്ള